എന്താ നിന്റെ ലീവ് കഴിഞ്ഞോ? എടാ നിന്നോടാ ചോദിച്ചത്, നിന്റെ ലീവ് കഴിഞ്ഞോന്ന്. ഇല്ല. പിന്നെന്തോന്ന് അവരടുക്കും പെറുക്കും? ഒന്ന് പുറത്തു പോകേണ്ട കാര്യമുണ്ട്. അങ്ങനൊന്നും നേരത്തെ നീ ഇവിടെ പറയുന്നത് കേട്ടില്ലല്ലോ. ഇപ്പൊ തീരുമാനിച്ചാണെന്ന് വെച്ചോ? ഇപ്പഴെന്തോന്ന് അങ്ങനെ ഒരു ഭൂതോദയം ഉണ്ടാവാൻ? 1-2 ദിവസം ഈ ചുറ്റുപാടിൽ നിന്ന് മാറിയിക്കണം തോന്നി. എന്ത് പറ്റി ചുറ്റുപാടിന്? എടാ മാറി നിൽക്കാൻ മാത്രം എന്തുണ്ടായിന്ന്? ഒന്നും പറയുന്നില്ലെന്ന് കരുതി എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് നമ്മ വിചാരിക്കരുത്. വേണ്ട, ഞാൻ ഒന്നും പറയുന്നില്ല. പറയടാ, നീ എന്തോ മനസ്സിലായി നിനക്ക്? എടാ പറയാൻ. വന്ന ദിവസം പോലും ഞാൻ കാണുക അമ്മയ്ക്കെതിരെ രാജുവിടെ ശത്രുത. ശത്രുതയോ? എടാ തെറ്റ് കാണിച്ച ശാസിക്കും. അത് നീ ആയാലും അവളായാലും ഈ വീട്ടിൽ ആരായാലും ശരി. അതിന് ശത്രുത എന്നാരാ പറഞ്ഞേ? അവള് പറഞ്ഞ് പഠിപ്പിച്ചാ നിന്നെ? ആരും പറഞ്ഞ് പഠിപ്പിക്കാതെ തിരിച്ചറിയാനുള്ള വിവരകരിക്കുണ്ട്. അവൾ എന്റെ ഭാര്യ. അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായി അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഓ, പേരെങ്ങും ഇല്ലാത്ത ഒരു ഭാര്യയും ഭർത്താവും. എടാ ആദ്യം നീ എന്റെ മോനാ, അത് കഴിഞ്ഞാ അവള് നിന്റെ ഭാര്യയായത്. എന്ന് വെച്ച് ആട്ടുതുപ്പ് സഹിക്കുന്നതിന് അതിലൊക്കെ ഉണ്ട്. അത്ര സഹിക്കാൻ വേണ്ടി അച്ഛൻ വിളിച്ചോണ്ട് എവിടോട്ടെങ്കിലും ഇറങ്ങി പോടാ. അത് തന്നെ ചെയ്യാൻ പോകുന്നേ. എന്നാ പൊയ്ക്കോടാ. പിന്നെ പടി കയറരുത്. ഇങ്ങനെ എടുത്തിട്ട് പറ്റില്ല എന്ന് ഞാനങ്ങ് വിചാരിച്ചോളാം. ഓഹോ, എന്നാൽ ഇങ്ങനെ ഒരു വീടില്ലെന്ന് ഞാനും വിചാരിച്ചോളാം. ഏയ്, എങ്ങനെയുണ്ട്? നമസ്കാരം സാർ. നമസ്കാരം. രവിസാറിന്റെ ഗസ്റ്റ് അല്ലേ? ആ. സാറ് വിളിച്ച് പറഞ്ഞിരുന്നു. മോളെ, ഞാൻ ഇവിടുത്തെ കെയർടേക്കറാ, കുട്ടമ്പിള്ള. മുറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മോളില നല്ല വ്യൂ ആണ് സാർ. ഫാമിലി ആവുമ്പോ അതാണ് സൗകര്യം. ആദ്യം പെട്ടിയൊക്കെ ഒന്ന് എടുത്ത് അകത്ത് വെക്കാം. Hello. Hello. Good morning. ഹലോ. Hello. What's your name? പേര് പറ മോളെ. പേര് പറഞ്ഞു കൊടുക്കും മോളെ. Malutina. Oh, what a sweet name. Malutina. Malutina. It's a wonderful name. No. It's not Malutina. Just Maluti. That's all. Oh, I see. Maluti. Maluti. Good. സാർ, യു ആർ ഗസ്റ്റ്, ദേ ആർ ഗസ്റ്റ്, ഓൾ ആർ ഗസ്റ്റ്. എഞ്ചിനീയർ വിൽസൺ സാർ ഫ്രണ്ട് രവി, രവി's friend this are guest here. Oh, I see. Well, have a nice day. Thank you. Bye. Bye. See you. Tata. സാർ, ദേ ആർ ആസ്ട്രേലിയക്കാരാണ്. 2 ആഴ്ചയായിട്ട് ഇവിടെ ഉണ്ട്. പടമെടുപ്പും ചിത്രമരയുമാണ് ജോലി. വലിയ സാറിന്റെ ഗസ്റ്റുകളാണ്. ചേട്ടാ, ഓ. ഇതങ്ങ് പിടിച്ചേ. വാ. പിടിച്ചോ. മിസ്റ്റർ ഉണ്ണികൃഷ്ണനല്ലേ? Yes. ദേവി വിളിച്ച് പറഞ്ഞിരുന്നു. ഐ ആം വിൽസൺ ചെറിയാൻ, ഇവിടുത്തെ സൈറ്റ് എഞ്ചിനീയറാണ്. ഓ, റൂമൊക്കെ കംഫർട്ടബിൾ അല്ലേ? പിന്നെ എടാ കുട്ടമ്പിള്ളേ, സാർ. ഇവരെന്റെ ഗസ്റ്റുകളാണ്, മനസ്സിലായല്ലോ? ഓ. വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കണം. ശരി സാർ. വേറെ എന്തെങ്കിലും No, nothing. ഇൻ Thank you. കേസ് ഒന്ന് ഫോൺ ചെയ്താൽ മതി. നമ്പർ ഇയാൾക്കറിയാം. ഹാവ് എ നൈസ് ഹോളിഡേ. Okay, thank you. See you. Bye. Hey, see? അച്ഛാ, ബോള് വെള്ളത്തിൽ പോയി. ഓ, എന്റെ മാളിക്കുട്ടിയമ്മേ, നിന്റെ കാര്യം. ദാ.
എന്താ ഇത്? ഇതാണ് നമ്മൾ അമേരിക്കയിൽ പണിയാൻ പോകുന്ന പുതിയ വീടിന്റെ പ്ലാൻ. ഹായ് നോക്കട്ടെ. എന്നിട്ട് ഇതുവരെ എന്നെ കാണിച്ചില്ലല്ലോ. അതിന് നമുക്കൊരു സാവകാശം കിട്ടിയിട്ട് വേണ്ടേ? പ്ലാൻ എങ്ങനെയുണ്ട്? എന്തിനാ ഉണ്ണിയേട്ടാ വെറുതെ ഓരോ സ്വപ്നങ്ങള്? ഇതിനൊക്കെ ഒരുപാട് പണം വേണ്ടേ? വേണം. അതിനുള്ള ചില ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് ലോണ് സംഭവങ്ങളൊക്കെ. സാധനം എങ്ങനെയുണ്ട് അത് പറ. ഇത് പോർച്ച്, ഡ്രോയിങ് റൂം, കിച്ചൺ, സ്റ്റോർ റൂം, ഇതൊരു ഓഫീസ് റൂം എനിക്ക്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം, വെരി സ്പേഷ്യസ്. ഈ മുറി നമ്മുടെ മാളൂട്ടിക്ക്. അപ്പൊ ഈ മുറികളോ? മാളൂട്ടി ഇപ്പൊ തനിച്ചല്ലേ, അവക്ക് കൂട്ടുകൂടാനും കളിക്കാനും കുറെ അനിയന്മാരും അനിയത്തി. വേണ്ട ഉണ്ണിയേട്ടാ, നമുക്ക് മാളൂട്ടി മാത്രം മതി. ഇനിയൊരു കുഞ്ഞുകൂടി ഉണ്ടായാൽ നമ്മുടെ സ്നേഹം പകുത്തു പോവും. വേണ്ട, ഉണ്ണിയേട്ടന്റെ എന്റെ നമ്മുടെ സ്നേഹം മുഴുവനും മാളൂട്ടിക്ക് കിട്ടണം. സ്നേഹം മാത്രല്ല, എല്ലാം. ശരിയാ, രാജി പറഞ്ഞാൽ ശരി. എല്ലാം നമ്മുടെ മാളൂട്ടിക്ക്. ഈശ്വര, ഇതെന്നും എനിക്ക് നിലനിർത്തി തരണേ. മാമ കളിക്കാൻ വരുന്നില്ലേ? പിന്നെ അടുപ്പത്ത് കോഴിയിരിക്കുന്നു. അവനെ ഒന്ന് വാങ്ങി വെച്ച് കഴിഞ്ഞാ പിന്നെ മാമനും മോളും കൂടി കളിയുടെ ഒരു പൂരമല്ലേ. എന്നെയും കൊഞ്ഞു തിന്നോ? പക്ഷെ ഇപ്പോഴല്ല. പിന്നെ മോള് വലുതായി കല്യാണം കഴിച്ച് ഭർത്താവുമായിട്ടൊരു വരവുണ്ട് ഇങ്ങോട്ട്. അന്ന് മാമൻ ഇതിനെ മൊത്തം കൊന്ന് നിർത്തി പൊരിച്ച് പ്ലേറ്റിലാക്കി കൊണ്ടുതരും. അയ്യേ. ഓ പട്ടിക്ക് മാളൂട്ടി, മാളൂട്ടി, മാളൂട്ടി. മാളൂട്ടി, മാളൂട്ടി. മാളൂട്ടി, മാളു. ഈശ്വരാ, മാളൂട്ടി. ഉണ്ണേട്ടാ, എന്താ രാജി? നമ്മുടെ മോള്. മാളൂട്ടി, മോളെ, മോളെ മാളൂട്ടി. എന്താ, എന്ത് പറ്റി, എന്ത് പറ്റി മോളെ? ദൈവമേ, ചതിച്ചല്ലോ മോളെ. എന്റെ ദൈവമേ, ഈ കുഴി മൂടിയിട്ടിരുന്നാണല്ലോ, ഇതിന്റെ മൂടി അവിടെ പോയി. കുട്ടുമ്പോൾ എന്റെ മോളെ എങ്ങനെയും രക്ഷിക്കണം. എന്തെങ്കിലും പോയി എടുത്തോണ്ട് വാ. അയ്യോ സാറ് സൂക്ഷിക്കണം, 10 നൂറ്റാമ്പാട് താഴ്ചയുള്ള കുഴിയാ. കുഞ്ഞു ഭാഗ്യത്തിൽ എവിടെ തടഞ്ഞിരിക്കുക. ഉണ്ണേട്ടാ, എന്റെ മോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ. കുട്ടി ഇടയ്ക്ക് എവിടെയോ തങ്ങിയിരിക്കുക. സാറൊന്ന് വേഗം വരണം സാർ. രാജി, മാളൂട്ടി, മാളൂട്ടി, മോളെ പേടിക്കണ്ട മോളെ. മോളെ അച്ഛനുണ്ടോ മോളെ ഇവിടെ? മോളെ പേടിക്കണ്ടേ. മാളൂട്ടി,
മോളെ മാളൂട്ടി മോളെ മോളെ മാളൂട്ടി മോൾക്ക് കയറ് കാണാമോ? മോളെ പേടിക്കണ്ട, മോളെ അച്ഛനുണ്ട് മോളെ ഇവിടെ. മാളൂട്ടി ഇതിലൊന്നും പിടിക്കും മോളെ. പിടിക്ക്. ഈ കയറിന് അച്ഛൻ കാണുന്നില്ലേ മോളെ? ഇതിൽ പിടിക്കാം. മോക്ക് ഒന്നും പറ്റില്ല മോളെ. ഇതിൽ പിടിക്ക്, കയറിൽ പിടിക്കും മോളെ. കുഞ്ഞിന് കൈയും കാലും അനക്കാൻ പറ്റണ്ടാവില്ല. ഇനി അഥവാ പിടിക്കാൻ പറ്റിയാൽ പോലും ഇത്രയും പൊക്കത്തിൽ എത്തുന്നവരെ പിടിച്ച് തൂങ്ങാൻ പറ്റുമോ? കൈയെങ്ങാൻ വിട്ടുപോലെ ഗ്രൗണ്ട് ടെസ്റ്റ് എടുത്ത കുഴി വേറെ മൂടിയില്ലേ? കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ. എങ്ങനെയെങ്കിലും എത്രയും നേരമായി മോളെ രക്ഷിക്കണം. മാളൂട്ടി സാർ, ഭാഗ്യത്തിന് കുഞ്ഞ് എവിടെ സ്റ്റക്കായിരിക്കണം. ഇനി അവിടെ നിന്നെങ്ങനെ സ്ലിപ്പായി താഴോട്ടോ. ഉണ്ണി ധൈര്യമായിരിക്കും. കുട്ടമ്പളേ, നമ്മുടെ മോള് ഒരു 10-20 അടി നീളമുള്ള മുളയോ കമ്പോ എന്തെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റുമോ? പിന്നെ കുറച്ച് കമ്പിയോ കൊളുത്തോ കയറോ എന്തെങ്കിലും എടുത്തിട്ടോ. ദാസേ, ഡോക്ടർ ഉസ്മാന്റെ നഴ്സിംഗ് ഹോമിലേക്ക് ഫോൺ ചെയ്ത് ഉടനെ ആംബുലൻസുമായി വരാൻ പറയൂ. സ്റ്റേഷനിലേക്ക് വിളിച്ച് SI രാജനോടും വരാൻ പറ. ആ ഫയർ സ്റ്റേഷനിലേക്ക് കൂടി ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക്. ഓക്കെ സാർ. ഉണ്ണി, ഒരു സെക്കൻഡ്. അത്രയ്ക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല സാർ. എന്റെ കുഞ്ഞ് ഉണ്ണി, സമാധാനമായിട്ട് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യണം. ആദ്യം മിസ്സിനെ ഒന്ന് സമ്മാനിപ്പിക്കൂ. കുറച്ചു നേരം എവിടെയെങ്കിലും മാറ്റി ഇരുത്തിയാലും വിരോധമില്ല. പ്ലീസ് പ്ലീസ്. ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. തന്നെയൊക്കെ ഒന്ന് വേഗം വരണേ സാർ. പേടിക്കാതെ ആ കാര്യം നിർത്തേ. ഒന്ന് വേഗം താടോ. മാളൂട്ടി, മോളെ പേടിക്കല്ലേ. സാർ പതുക്കെ. Oh God. ഷോക്കിന്റെ റിയാക്ഷനാ, സാരമില്ല. കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഷീൽ ബി ഓൾ റൈറ്റ്. ലീലാമേ, ഒരു ചെറിയ ഡോസ് ട്രാങ്ക്വലൈസർ കൊടുത്തേക്ക്. കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഞങ്ങളോട് ഹുക്കിട്ടൊന്ന് ശ്രമിച്ചു നോക്കി, പക്ഷെ ശരിയായില്ല. കുട്ടി വീണ്ടും താഴോട്ട് പോയി. ആ രീതിയൊക്കെ വളരെ റിസ്ക് ആണ്. ഫയർഫോഴ്സുകാരെ വിവരം അറിയിച്ചിട്ടുണ്ട്, പക്ഷെ അവരിങ്ങ് എത്തണ്ടേ. സാർ, വേറെ എന്തെങ്കിലും ഒരു മാർഗം? ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും റെസ്ക്യൂ ചെയ്ത് പുറത്തെടുക്കാൻ കുറച്ച് സമയമെടുക്കും. അതുവരെ ഇത്രയും ഡെപ്തില് ഈറൻ വായു ശ്വസിച്ചാൽ അപകടമാണ്. ഈവൻ അതർവൈസ് ശ്വാസം കിട്ടാനും ബുദ്ധിമുട്ടാവും. കൊച്ചുകുട്ടിയല്ലേ. ജോസഫേ, ഓക്സിജൻ എടുക്ക. എന്നിട്ട് ഇതുവരെ എത്തിയില്ലല്ലോ. ആണോ? ശരി. ഈ പട്ടിയെ കൊണ്ട് ഞാൻ തോറ്റു. സൂക്ഷിച്ച്. അതിന് മാറാട്ടെ, മാറാ. ഇത്രയും തുറസായ സ്ഥലത്ത് എങ്ങനെ ഒരു കുഴി? ഇറ്റ്സ് ക്രിമിനൽ. ഇവനൊക്കെ ഇങ്ങ വന്നേ. നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? ഈ കുഴി ഒന്ന് വൈഡൻ ചെയ്തെടുത്താലോ? എന്തായി പറയുന്നത്? അത് അപകടമാണ്. സ്ലൈറ്റ് ആയ ഒരു ഷോക്കോ ഡിസ്റ്റർബൻസോ ഉണ്ടായാൽ കുട്ടിയുടെ മേൽ മണ്ണ് വീഴും. അയ്യോ വേണ്ട, അത് റിസ്കാ. റിസ്കാ എന്ന് പറഞ്ഞ് പേടിച്ചിരുന്നാൽ എങ്ങനെയാ? വല്ല കയറോ കപ്പിയോ മറ്റേട്ട് പൊക്കിയെടുക്കാൻ നോക്കണം. അതൊക്കെ ചെയ്ത് നോക്കി. ഇനി ആ രീതിയിലൊന്നും ആലോചിച്ച് സമയം കളയണ്ട. ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വിളിക്കണം. ഓക്സിജൻ ഇനി വേണ്ടിവരും തോന്നുന്നു. നേഴ്സൽ ഫീഡിംഗ് അല്ലാത്തതുകൊണ്ട് കുറെ അധികം വേസ്റ്റ് വരും. സിലിണ്ടേഴ്സ് കുറച്ചുകൂടി കരുതണം. ജോസഫ് ഒരു കാര്യം ചെയ്യും, ഹോസ്പിറ്റലിൽ പോയി അവിടെയുള്ള സിലിണ്ടേഴ്സ് എല്ലാം എടുത്തോണ്ട് പോവാ. എമർജൻസിക്കുള്ള മാത്രമാണോ അജിത്താവൻ? താൻ പോയി ആവശ്യമുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തുക. നമ്മുടെ വേണ്ടി ഇരുന്നോ, പെട്ടെന്ന് വേണം. അങ്ങോട്ട് മാറി നിൽക്കണോ മോളെ